എന്തിനു വേണ്ടിയാന്നുള്ള ഗവൺമെന്റ് തരികയുണ്ടെന്ന്. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ റഹീം കൊലക്കയറിൽ നിന്നല്ലേ 34 കോടി രൂപ കൊടുത്ത് കക്ഷിയെ ഊരിയെടുത്തത്. എന്താ ഞമ്മന്റെ കഴിവൊക്കെ ചെറുതാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? ഇതിലേറെ രസകരമായിട്ടുള്ള ഇന്ന് വരെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ആലോചിക്കലായിരുന്നു, കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്തയ്ക്ക് മാത്രം ഒരു നെഗറ്റീവ് ഒന്നും കാണുന്നില്ലല്ലോ, കാരണം ഇതുപോലെയുള്ള കുറച്ച് വിഷം തുപ്പികൾ ഇറങ്ങേണ്ടതാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ട്, എടിയും പോയിട്ടൊന്നുമില്ല. അതായത് ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റഹീമിന് അവിടെ ഒരു ശിക്ഷയുമില്ല, റഹീം അവിടെ ഭയങ്കര സൗകര്യത്തിലല്ലേ, റഹീം അവിടെ വന്നിരിക്കുന്ന ബുൾഖാൻ താടിയൊക്കെ വെച്ചിട്ട് കാണുന്നില്ലേ, റഹീം അവിടെ ജയിലൊന്നും അല്ല എന്നുള്ള തരത്തിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ചൊറിയണം, അത്രേ വേണ്ടൂ. അല്ലാതെ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളും അവിടെ കൊടുത്ത പൈസയും കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അങ്ങനെ അങ്ങ് ആകുമ്പോഴും നമുക്കൊരു ഒരു ബലിയില്ലല്ലോ. നമ്മളെല്ലാത്തിനും കയറിയിട്ട് അങ്ങ് ഉടക്കണ്ടേ, എതിർക്കണ്ടേ, അപ്പോഴല്ലേ നമുക്ക് ബലിയുണ്ടാവുള്ളൂ. അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ യെസ് മൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബലിയുണ്ടാവില്ല. നമ്മൾ ഉടക്കണം. നമ്മൾ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടക്കണം. റഹീമിനെ രക്ഷപ്പെടുത്താൻ പാടില്ല, റഹീം അവിടെ കിടന്നിട്ട് മരിക്കണം, എന്നാലേ നമുക്കൊരു രസമുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെന്ന്, അതായത് എല്ലാവരും പോസിറ്റീവ് വിചാരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വിചാരിക്കണം, അതാ വേണ്ടത്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് വലിച്ചു കയറണം, എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ സഹോദരി പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും കേൾക്കാൻ നിൽക്കൂല. ഇപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കമൻറ്റ് എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. ആദ്യം തന്നെ ആ ഒരു കാര്യം പറയും, ഞമ്മൻ്റെ ആൾ മാത്രമൊന്നല്ല ഇതിൻ്റെ അകത്ത് പൈസ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് പൈസ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പിന്നെ BJP, കോൺഗ്രസ്, CPM എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പൈസ. അല്ലാതെ എല്ലാ BJPക്കാരും ഇവരെ പോലെയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന സംഖ്യകൾ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് സംഖ്യകൾ ഈ സൗദി അറേബ്യയിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുക, ആ ഒരു സംഭവത്തെ എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക, അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു മനസ്സുഖമാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ ഉള്ള ഒരു മനസ്സുഖം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇവർ പറയുന്നത് കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നൊക്കെയാണ്. കാരണം എല്ലാത്തിനും ഉടക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല. ഒരു നല്ല കാര്യം ഒരാൾക്ക് പോലും ചെയ്യത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കൂട്ടുകാരാന്ന് ഞാൻ പറയട്ടല്ലോ, ആ ഇവനൊക്കെയാണ് എന്നാന്ന് എൻ്റെ പേര് ആ ഒരു ബായി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മാത്രമേ പറയുള്ളൂ, വർഗീയത പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ രക്ഷിച്ചത്, ഇവനെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇവൻ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ വേറൊരു ആളുണ്ട് കേട്ടോ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്തോ പറയുന്നുണ്ട്, പ്രവർത്തക ആണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒന്നും തൂക്കാൻ വിധിച്ചിട്ടില്ല. ആരാ പറഞ്ഞത് ഇവനെ തൂക്കാൻ വിധിച്ചു എന്ന്, ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കതൊന്ന് കേട്ടിട്ട് വരാൻ മല്ലാട്ടാ. ലോകമറിയാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വിരൽ ചൂണ്ടാൻ പോകുന്നത്. ഒരുപാട് തെറിവിളികൾ വരും, ഭീഷണികൾ വരും, പുലഭ്യങ്ങൾ വരും, എതിരഭിപ്രായങ്ങൾ വരും. അതൊക്കെ ജനാധിപത്യമല്ലേ, നോ പ്രോബ്ലം. എന്നാലും അബ്ദുൾ റഹീമിനെ തൂക്കാൻ വിധിച്ചിരുന്നില്ല. ഇത് പറയുന്നത് ആരാണെന്ന് അറിയാമോ? മനുഷ്യാവകാശ പ്രവർത്തകയും ഈ വിഷയവുമായി തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന വണ്ണം പ്രവർത്തിച്ച ശ്രീമതി ഡോക്ടർ നുസ്രത്ത് ജഹാനാണ്. കേട്ടോ? ആ ടീച്ചറെ, ഏതാ ഇതിന്റെ കഥ വെച്ചാൽ ഇവന്റെ പേരിൽ ഇവൻ കോടതി ടീച്ചറെ ഏതാ ഇതിന്റെ കഥ വെച്ചാൽ ഇവന്റെ പേരില് ഇവന് കോടതി നിശ്ചയിച്ചത് 20 കൊല്ലത്ത് പിന്നെ ജീവപര്യന്ത. ഇവരത് ഇവനെ തൂക്കാനാക്കി എന്നുള്ള ഏതാണ്ട്. അതുകൊണ്ടാണ് അവന്റെ വിധി പകർപ്പ് ഒരു പുറത്ത് വീട്ടുകാരെ പോലും കാണിക്കാതെ, വിധി പകർപ്പ് കാണിക്കാതെയാണ് ഈ പൈസ കളക്ട് ചെയ്തത്. പൈസ എത്രയോ കോടികൾ, ഈ പറഞ്ഞ 47 കോടിയിലധികം കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവനെയും കൂട്ടിയിട്ട് ചെയ്ത ഒരു വലിയ സ്കാം അത്. ആർക്കറിയാത്ത എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ എംബസിക്ക് വരെ അറിയാം, എല്ലാവർക്കും അറിയാം. അന്വേഷണം എന്തായാലും NIA എല്ലാ പേപ്പേഴ്സും ഒരു കളക്ട് ചെയ്ത് ഇവിടെ. കാരണം നമ്മളെ നാട്ടിൽ നടന്ന ഒരു പിരിവല്ലേ, ആ പിരിവ് എന്തിനു വേണ്ടിയാന്നുള്ള ഗവൺമെന്റ് തരികയുണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് സഹതാപ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ്. കാരണം
ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെറുതെ അവിടെ കാണാനിരിക്കുന്നതാണോ? ഇതൊക്കെ ഇന്ത്യൻ എംബസിക്ക് അറിയാം. ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, എടോ ഇതൊക്കെ പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലായി. ഈ ഒരു കൊല്ലായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ വെളിവ് വന്നത്? അതാന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ പിന്നെ അന്നല്ലേ പറയേണ്ടത്? ആ നിമിഷമല്ലേ ഇതൊക്കെ തുറന്നു പറയേണ്ടത്? അപ്പൊ തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടിരുന്നതാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ശരിയെന്ന് ഞാൻ മുണ്ടൂല, അല്ല എന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ മുണ്ടും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരണമായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും ലേറ്റാക്കി? അത് ചോദ്യമല്ലേ. ഇത്ര മാത്രം ലേറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ്? ഇപ്പൊ അബ്ദുറഹീം ഇന്നലെ നാട്ടിലെത്തിയല്ലോ, ഒരു കൊല്ലമായില്ലേ പൈസ പിരിച്ചു കൊടുത്തിട്ട്? ഒരു കൊല്ലത്തിൽ മേലെയായി. അന്നൊന്നുമില്ലാത്ത ഒരു ബേജാറും കാര്യവും എന്താ ഇപ്പോഴിങ്ങനെ? ഇതെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ എംബസിക്ക് അറിയാം, മറ്റേവരൊക്കെ അറിയാം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ എല്ലാവരും കൂടി എന്നാ അതിൻ്റെ അകത്ത് എന്താ കളിച്ചത്? അത് വ്യക്തമാക്കിത്താ. തനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ, എനിക്ക് അറിയുകയും ചെയ്യില്ല. അന്ന് ഇന്നലെയും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വിളിച്ചു പറയുകയാണ്, അയ്യോ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല. എന്തോന്നടേ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഉടക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ടീമുകൾ. ഇവരോട് നമുക്ക് വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലതരത്തിൽ എന്തൊക്കെയോ ആണ് പറയുക. അതായത് ഇവരിപ്പോഴും തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇഡിക്ക് കംപ്ലയിൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെയാണ്. എൻ്റെ പൊന്നു സഹോദരി, ഈ പൈസ മുഴുവൻ പോയത് ഇന്ത്യയിലുള്ള ബാങ്ക് മുഖാന്തരം മാത്രമാണ്. ആ ബാങ്ക് കാര്യമില്ല എന്നാൽ അങ്ങനെയാണെങ്കിൽ ആദ്യം പിടിക്കേണ്ടത്. പിന്നെ ഈ 34 കോടി രൂപ മാത്രം പോയിട്ട് എന്തുണ്ടാക്കാനാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ രക്ഷപ്പെട്ടു എന്ന് ഇവർക്കറിയാം. അയാൾ സുരക്ഷിതമായി വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മുതലെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ അടവാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. എന്താ വെച്ചാൽ റഹീമിനെ തൂക്കാൻ പിരിച്ചിട്ടില്ല, നുണ പറഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കിയത്, അവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്ന് നുണ പറഞ്ഞിട്ടാണ് ഇത്രയും പൈസ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പ്, ഒരു സുഖം ഇത് കേൾക്കുമ്പോൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞാൽ ഒരു കൊല്ലം ഉണ്ടായിട്ട് ഇവർക്ക് ഇപ്പോഴാണോ ഇവർക്ക് പറയാൻ തോന്നിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കൊല്ലമായില്ലടോ പൈസ കൊടുത്തിട്ട്, എന്നിട്ട് ഇന്ന് എങ്ങനെയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്? അപ്പോൾ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ അകത്ത് എന്താണ്? അതായത് ഒരു ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒന്ന് ഇതാക്കുക, പിന്നെന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് കോരിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇടുക, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ഒന്നും കഴിയാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴേ ഒരു അസൂയയും കുശുമ്പും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നല്ല രീതിയിലുള്ള വേദനയും അസൂയയും കുശുമ്പും എല്ലാം ഉണ്ട്. കാരണം എന്താണെന്നറിയാം, ഒരുത്തെ കേസ് നടത്താൻ വേണ്ടിയിട്ട് പൈസ കെഞ്ചിക്കൊണ്ട് നടന്നിട്ട് ഒരാളും കൊടുക്കുന്നില്ല. ഇവരുടെ കൂടത്തെയുള്ള ഒരു ചങ്ങായി ഉണ്ട്, ഓൻ യൂട്യൂബ് ചാനലിലൂടെ ഇരക്കുകയാണ്, പൈസ കൊടുക്കുന്നുണ്ടിട്ട് ഒരാൾ പോലും കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതും മറ്റുള്ളവർ രക്ഷപ്പെടുന്നതും കാണുമ്പോഴുണ്ടാകുന്ന ഒരു അസൂയില്ലേ, ആ അസൂയും കുശുമ്പും തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തിനാന്ന് സഹോദരി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടുക. ഒരു കൊല്ലായില്ലേ, എത്ര സമയം കിട്ടി നിങ്ങൾക്കൊക്കെ? ഈ ഒരു അവസാന നിമിഷത്തിൽ വന്നിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? അതാണ് എനിക്ക് നിങ്ങളോടുള്ളൊരു പുച്ഛവുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ നേരം വെളുത്തില്ലേ? നിങ്ങൾക്കൊക്കെ എത്ര നാളായിട്ട്, ഒരു കൊല്ലായില്ലേ പൈസ ഇടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഒരു കൊല്ലായിടോ പൈസ? എന്നിട്ട് ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ തുറന്നു പറയാതെ ഇപ്പം ഇങ്ങനെ തുറന്നു പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇതിൻ്റെ ഉദ്ദേശം എന്താ? വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു കുത്തിത്തിരിപ്പ്, ഒരു സുഖം ഇല്ലെങ്കിൽ തനിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനെല്ലാം വിളിച്ചു പറയും. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇവരൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ നടന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ത്വരിത കൊണ്ടോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിച്ചെങ്കിൽ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബൈജുവിനെ പോയിട്ട് നിങ്ങൾ സഹായിക്കുക ആദ്യം തന്നെ. ആ പാപ പൈസ ഇല്ലാത്ത നട്ടം തിരിയായി നടന്ന് എന്താ വെച്ചാൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഓൻ്റെ ചാനലിൻ്റെ അടിയിൽ നമ്പർ കൊടുത്തിട്ട് എത്ര നാളായി നടന്ന് 10 പൈസ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ, ഗൾഫിലൊക്കെ നിങ്ങൾ കോടികൾ വാങ്ങിക്കുന്നില്ലേ, ശമ്പളമായിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നില്ല, എന്നിട്ട് 10 പൈസ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഒരാളും അയച്ചു കൊടുക്കത്തില്ല. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാണ്. ഇങ്ങനെ ഉണ്ട് കുറേ എണ്ണായിരുന്നു.